എല്ലാവർക്കും നമസ്കാരം. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ലഞ്ചിനും ഒക്കെ എളുപ്പത്തിൽ കറി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നവരാണ് നമ്മൾ മിക്കവാറും പേരും. അപ്പം അങ്ങനെയുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മുട്ടക്കറിയിലേക്ക് 4 മുട്ട ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കാം. 4 പേർക്ക് സെർവ് ചെയ്യാവുന്ന കണക്കിനാണ് ഈ കറി തയ്യാറാക്കിയിട്ടുള്ളത്. മുട്ട പുഴുങ്ങുമ്പോൾ എപ്പോഴും മുട്ട മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം വെക്കുക. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ മുട്ട പുഴുങ്ങിക്കഴിഞ്ഞ് പൊളിച്ചെടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് തോല് വിട്ട് വരാൻ അത് ഹെൽപ്പ് ചെയ്യും. വെള്ളം തിളച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കീപ്പ് ചെയ്താൽ മുട്ട അത്യാവശ്യം നന്നായി തന്നെ വെന്ത് കിട്ടും. മുട്ട പുഴുങ്ങി വരുന്ന സമയം കൊണ്ട് ഇതിൻ്റെ മസാലയും തയ്യാറാക്കാം. കുക്കറിലാണ് ഇത് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി ഒരു 3 സവാള എടുക്കാം. 4 പേർക്ക് സെർവ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള 3 സവാള സ്ലൈസ് ചെയ്തെടുക്കാം. 1 തക്കാളി എടുക്കാം. അത്യാവശ്യം പഴുത്ത തക്കാളി എടുക്കുന്നത് നല്ലതാണ്. എരിവിന് വേണ്ടി 2 പച്ചമുളക് എടുക്കാം. 2ൽ കൂടുതൽ വേണം എന്നുള്ളവർക്ക് എടുക്കാം. ഓരോരുത്തരുടെ എരിവിന് അത് ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കാം. ഒരു 10 അല്ലി ചെറിയുള്ളി എടുക്കാം. വളരെ ചെറിയ കഷ്ണം 1 ഇഞ്ചി മാത്രം മതിയാവും. ഏകദേശം ഒരു 1 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി എടുക്കാം. സവാള കനം കുറച്ച് നന്നായി ഒന്ന് സ്ലൈസ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു കുക്കറിലേക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. തക്കാളി വളരെ ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒന്ന് നെടുവേ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് തന്നെ മതിയാവും. കാരണം നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ആവശ്യത്തിന് എരിവുണ്ടാവും. ഇഞ്ചിയും ചെറുതായി ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം. വെളുത്തുള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. കുക്കറിൽ വെന്ത് വരുമ്പോൾ അത് നന്നായി വെന്തുടഞ്ഞ് കിട്ടിക്കോളും. 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അടച്ച് വെച്ച് ഏകദേശം ഒരു 5 വിസിൽ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടിക്കാം. അപ്പോഴേക്കും ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ വെന്തുടഞ്ഞ് കിട്ടും. അങ്ങനെയാണ് കിട്ടേണ്ടത്. ഇതിലേക്ക് ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മുട്ട പുഴുങ്ങിയത് റെഡിയാവുമ്പോൾ തോല് കളഞ്ഞ് വെക്കാം. അതുപോലെ ഈ ഒരു മസാലയും ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറായി കിട്ടും. അത് റെഡി ആയതിന് ശേഷം ഒരു പാൻ ചൂടാക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ചെറിയ തീയിലാണ് കീപ്പ് ചെയ്യേണ്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് കശ്മീരി മുളക് പൊടിയാണ്. എരിവ് കുറവായിരിക്കും, നല്ല കളറും കിട്ടും. 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി. ഏതെങ്കിലും മീറ്റ് മസാലയോ എഗ് മസാലയോ ചിക്കൻ മസാലയോ ചേർക്കാം. ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ തന്നെ കീപ്പ് ചെയ്യണം. അതിനുശേഷം ഈ വെളിച്ചെണ്ണയിൽ മസാലകളൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് നേരം ഒന്നും വഴറ്റണ്ട, ഒരു 30 സെക്കൻഡ് മാത്രം വഴറ്റി കൊടുത്താൽ മതി. ചെറിയ സിമ്മിലാണ് ഇത് കീപ്പ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും, ടേസ്റ്റ് വ്യത്യാസം വരികയും ചെയ്യും. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. സവാളയും തക്കാളിയും ഒക്കെ നന്നായി വെന്ത് വഴണ്ടിട്ടുണ്ടാവും. ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പാറ്റിൽ ഉപയോഗിച്ച് നന്നായി ഒന്ന് വഴറ്റി കൊടുത്താൽ ഇത് നല്ലപോലെ വെന്ത് ഉടഞ്ഞതെല്ലാം നല്ലോണം ഒന്നുകൂടി ഉടഞ്ഞു കിട്ടും. ഈ ഒരു മസാലയും അതുപോലെ ഈ സവാളയും ഒക്കെ നന്നായി ഒന്ന് മിക്സായി കിട്ടണം. മുട്ടക്കറിയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഇത്ര അധികം പൊടികൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഈ ഒരു പാകത്തിന് മുട്ട റോസ്റ്റ് ആയിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നേരത്തെ പൊടികൾ ചേർത്തതിൻ്റെ പകുതി ക്വാണ്ടിറ്റി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴാണ് ആ ഒരു മസാലയും ഈ ഒരു സവാളയൊക്കെ മിക്സ് ആകുമ്പോൾ കറക്റ്റ് അളവിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു അളവിൽ എടുക്കുമ്പോൾ കറിക്കാണ് നമ്മൾ എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നല്ല മസാലക്കുത്തുണ്ടാവും. കാരണം കുറച്ചധികം മസാലയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. കറി ആയതുകൊണ്ടാണ് അങ്ങനെ ചേർത്തത്. 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇത്ര മസാല ചേർത്ത് നമ്മൾ വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ ആ ഒരു മസാലക്കുത്ത് അറിയില്ല.
റോസ്റ്റ് ആയിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി മസാലപ്പൊടികൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട വരഞ്ഞിടണം എന്നുള്ളവർക്ക് അങ്ങനെ ഇടാം, മുട്ട 2ആയിട്ട് മുറിച്ചിടണം എന്നുള്ളവർക്കും അങ്ങനെയും ഇടാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയുള്ള കറിയാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റിൽ തന്നെ കറി തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒന്നങ്ങ് തിളയ്ക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നല്ല ചൂടോടുകൂടി വിളമ്പാം. അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അതുപോലെ ചോറിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു സിമ്പിളായിട്ടുള്ള മുട്ടക്കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരുപാടങ്ങ് വഴറ്റാതെയൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.